Today we are going to start Module 5 Nanoelectronics. So the first topic എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ട്രാൻസ്പോർട്ട് ഇൻ നാനോ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ നാനോ സ്ട്രക്ചേഴ്സ് പഠിച്ചു. അപ്പോൾ നാനോ സ്ട്രക്ചേഴ്സിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ക്വാണ്ടം വെൽ എന്താണ്, ക്വാണ്ടം ഡോട്ട് എന്താണ്, ക്വാണ്ടം വയർ എന്താണ്, ഇതൊക്കെ പഠിച്ചു. ക്വാണ്ടം വയർ എന്ന് പറഞ്ഞാൽ ഒരു 1 ഡയമെൻഷനാണ്. ക്വാണ്ടം ഡോട്ട് എന്ന് പറഞ്ഞാൽ 0 ഡയമെൻഷനാണ്. ക്വാണ്ടം വെൽ എന്ന് പറഞ്ഞാലോ അതൊരു 2 ഡയമെൻഷൻ സ്ട്രക്ചറാണ്. അപ്പം ഈ നാനോ സ്ട്രക്ചറിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. പാരലൽ ട്രാൻസ്പോർട്ടും ഉണ്ട്, പെർപെൻഡിക്കുലർ ട്രാൻസ്പോർട്ടും ഉണ്ട്. ഇനി എന്താണ് ഈ പാരലൽ ട്രാൻസ്പോർട്ട്, എന്താണ് പെർപെൻഡിക്കുലർ ട്രാൻസ്പോർട്ട് എന്നാണ് പറയാൻ പോകുന്നത്. സോ പാരലൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പം അതിന് വേണ്ടി ഞങ്ങൾ ആദ്യം ഒരു ക്വാണ്ടം വെല്ലിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ക്വാണ്ടം വെല്ലിൻ്റെ സ്ട്രക്ചർ എക്സാമ്പിളായിട്ട് ഈ ഫിഗറിൽ നോക്കുക. ഈ ഗാലിയം ആർസനൈഡിൻ്റെ ഈ പോർഷനാണ് നിങ്ങളുടെ ക്വാണ്ടം വെൽ എന്ന് പറയുന്നത്. ഈ ക്വാണ്ടം വെല്ലിൽ 2 സെല്ല് കണ്ടോ, 2 പൊട്ടൻഷ്യൽ ബാരിയേഴ്സ് ഉണ്ട്. അലുമിനിയം ഗാലിയം ആർസനൈഡും ഇപ്പുറത്തും ഒരു അലുമിനിയം ഗാലിയം ആർസനൈഡ് ഉണ്ട്. സോ ഇത് 2 പൊട്ടൻഷ്യൽ ബാരിയേഴ്സും ഇതിനകത്ത് ഒരു ഗാലിയം ആർസനൈഡാണ്. ഇതിനാണ് ഈ ഹെട്രോ ജംഗ്ഷൻ എന്ന് പറഞ്ഞത്. 2 എൻഡിൽ ഡിഫറൻറ്റ് മെറ്റീരിയൽസ് ഉണ്ടോ. അലുമിനിയം ഗാലിയം ആർസനൈഡ് എന്ന് പറയുമ്പോൾ 2 എൻഡിലും ഡിഫറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് ഡോപ്പ് ചെയ്യുന്നതിനെ ഹെട്രോ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ക്വാണ്ടം വെല്ല് എന്ന് പറഞ്ഞ സ്ട്രക്ചർ. ഗാലിയം ആർസനൈഡിൻ്റെ സ്ട്രക്ചറാണ് ക്വാണ്ടം വെല്ല്. അപ്പം പാരലൽ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ്, ഇപ്പം ഇതാണല്ലോ നമ്മുടെ വെല്ല്. ഈ വെല്ലിന് 2 ഇൻ്റർഫേസ് കണ്ടില്ലേ, ഈ 2 സൈഡിലായിട്ട്. ഈ വെല്ലിൻ്റെ ഇൻ്റർഫേസിന് പാരലായിട്ടാണ് ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ മൂവ്മെൻറ്റിനെ പറയുന്ന പേരാണ് പാരലൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് വെല്ലിൻ്റെ ഇൻ്റർഫേസിന് പാരലായിട്ടാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പാരലൽ ട്രാൻസ്പോർട്ട്. പെർപെൻഡിക്കുലർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പോൾ അലുമിനിയം ഗാലിയം ആർസനൈഡ് 2 സൈഡിലും ഉണ്ട്. ഗാലിയം ആർസനൈഡാണ് വെല്ല്, അലുമിനിയം ഗാലിയം ആർസനൈഡ് 2 സൈഡിലുണ്ട്. സോ ഈ അലുമിനിയം ഗാലിയം ആർസനൈഡ് ആക്ട് ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യൽ ബാരിയറായിട്ടാണ്. സോ പെർപെൻഡിക്കുലർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ബാരിയർ വഴിയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പെർപെൻഡിക്കുലർ ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇലക്ട്രോൺസ് പൊട്ടൻഷ്യൽ ബാരിയർ വഴി മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടണ്ണലിങ് വഴിയാണ്. ഇപ്പം പെർപെൻഡിക്കുലർ ട്രാൻസ്പോർട്ടിനകത്ത് അത് മെയിൻലി ബേസ്ഡ് ഓൺ ദി ടണ്ണലിങ് എഫക്റ്റ് ആണ്. ഉണ്ടോ, അതാണ് ലാസ്റ്റ് സെൻസിൽ പറയുന്നത്. ദ ട്രാൻസ്പോർട്ട് ത്രൂ ദി പൊട്ടൻഷ്യൽ ബാരിയേഴ്സ് അറ്റ് ദി ഇൻ്റർഫേസ് ഈസ് നോൺ ആസ് പെർപെൻഡിക്കുലർ ട്രാൻസ്പോർട്ട് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദി ക്വാണ്ടം ടണ്ണലിങ് എഫക്റ്റ്. അതാണ് പെർപെൻഡിക്കുലർ ട്രാൻസ്പോർട്ടും പാരലൽ ട്രാൻസ്പോർട്ടും. ഇലക്ട്രോൺസ് ഇൻ്റർഫേസിന് പാരലായിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പാരലൽ ട്രാൻസ്പോർട്ട്. ഇലക്ട്രോൺസ് പൊട്ടൻഷ്യൽ ബാരിയർ കൂടി മൂവ് ചെയ്യുന്നു, ആ മൂവ് ചെയ്യുന്നത് ടണലിംഗ് ആയിട്ടാണ്, ദാറ്റ് ഈസ് നോൺ ആസ് പെർപെൻഡിക്കുലർ ട്രാൻസ്പോർട്ട്. ഇനി ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, ഇനി ഈ പാരലൽ ട്രാൻസ്പോർട്ടിനായിരുന്നു നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നോർമലി ഈ പാരലൽ ട്രാൻസ്പോർട്ട് ഈ നാനോ സ്ട്രക്ചേഴ്സ് വാസ് ഹാപ്പനിങ് ഇൻ ഓൾ നാനോ ഡിവൈസസ് ലൈക്ക് മോസ്ഫെറ്റ്. നോർമലി മോസ്ഫെറ്റിലും മോഡ്ഫെറ്റിലൊക്കെയാണ് നോർമലി പാരലൽ ട്രാൻസ്പോർട്ട് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറെൻറ്റ് ഇലക്ട്രോൺ സ്കാറ്ററിങ് മെക്കാനിസംസ് ആണ്. അപ്പം പാരലൽ ട്രാൻസ്പോർട്ട് ഇൻ സെമി കണ്ടക്ടേഴ്സ് മൂലം ഡിഫറെൻറ്റ് സ്കാറ്ററിങ് മെക്കാനിസംസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കാറ്ററിങ് മെക്കാനിസംസ് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, ഇലക്ട്രോൺ ഫോണോൺ സ്കാറ്ററിങ്, ഇമ്പ്യൂരിറ്റി സ്കാറ്ററിങ്, സർഫസ് റഫ്നെസ് സ്കാറ്ററിങ്, ഇൻ്റർ സബ് ബാൻഡ് സ്കാറ്ററിങ്. ഇതാണ് 3 ടൈപ്സ് ഓഫ് സ്കാറ്ററിങ്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ഇലക്ട്രോൺ ഫോണോൺ സ്കാറ്ററിങ്. ഇലക്ട്രോൺ ഫോണോൺ സ്കാറ്ററിങ് മീൻസ് ഇത്രയേ ഉള്ളൂ. ഉണ്ടാവും. എന്താ ഈ ഫോണോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോണോൺ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ദ ക്വാണ്ടം ഓഫ് ലാറ്റിസ് വൈബ്രേഷൻ ഈസ് കോമൺലി റെഫേർഡ് ആസ് എ ഫോണോൺ. ഫോണോൺ മീൻസ് എ ക്വാണ്ടം ഓഫ് ലാറ്റിസ് വൈബ്രേഷൻ ഈസ് കോമൺലി റെഫേർഡ് ആസ് ഫോണോൺ. അപ്പം നമുക്കറിയാം, ഒരു ഇലക്ട്രോണിനകത്ത് എന്തുണ്ടാവും? വൈബ്രേഷൻ ഉണ്ടാവും. ഒരു ഇലക്ട്രോൺ വൈബ്രേറ്റ് ചെയ്യുമ്പം ഉണ്ടാവുന്ന സ്കാറ്ററിംഗ് ആണ് ഇലക്ട്രോൺ ഫോണോൺ സ്കാറ്ററിംഗ്. പക്ഷേ ഈ ഇലക്ട്രോൺ ഫോണോൺ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതിലെ ലാസ്റ്റ് സെൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദ വൈബ്രേഷൻസ് ഓഫ് ദി ലാറ്റിസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ വൈബ്രേഷൻ എന്ത് കൂടും? ഇലക്ട്രോൺസിൻ്റെ വൈബ്രേഷൻ കൂടിയാൽ കറസ്പോണ്ടിങ് എന്തുണ്ടാവും? സ്കാറ്ററിംഗ് കൂടും. അപ്പോൾ ഫോണോൺ സ്കാറ്ററിംഗ് മെക്കാനിസം ഈസ് ദി പ്രിഡോമിനൻറ്റ് വൺ ഫോർ ദ ടെമ്പറേച്ചർ ഹയർ ദാൻ എബൌട്ട് 15K. അതായത് ടെമ്പറേച്ചർ ഹയർ ആയിട്ടുള്ള മെറ്റീരിയൽസാണ് കൂടുതലും ഇലക്ട്രോൺ ഫോണോൺ സ്കാറ്ററിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് ഇലക്ട്രോൺ ഫോണോൺ സ്കാറ്ററിംഗ്. അപ്പം ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വൈബ്രേഷൻസ് കൂടും, വൈബ്രേഷൻസ് കൂടിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിംഗ്ലി ഇലക്ട്രോൺ ഫോണോൺ സ്കാറ്ററിംഗ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് ഇലക്ട്രോൺ ഫോണോൺ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇമ്പ്യൂരിറ്റി സ്കാറ്ററിംഗ് എന്ന് പറയുമ്പം നോർമലി നമുക്കറിയാം, നമ്മൾ ഈ ഡ്യൂറിങ് ദ ഫാബ്രിക്കേഷൻ പ്രോസസ്സിൽ എന്തുണ്ടാവും? ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. നിങ്ങൾ VLSIക്കകത്ത് മോസ്ഫെറ്റ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. ഇമ്പ്യൂരിറ്റീസ് 100% പ്യൂർ ആക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് VLSIക്കകത്ത്.
അപ്പം ഏത് മെറ്റീരിയൽ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്താലും അതിനകത്ത് എന്തുണ്ടാവും? ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പം ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുമ്പം എന്തുണ്ടാവും? ഇമ്പ്യൂരിറ്റീസിൽ തട്ടി ഇമ്പ്യൂരിറ്റീസിൽ കൊളൈഡ് ചെയ്ത് എന്തുണ്ടാവും? സ്കാറ്ററിങ് ഉണ്ടാവും. ദാറ്റ് ടൈപ്പ് ഓഫ് സ്കാറ്ററിങ് ഈസ് നോൺ ആസ് ഇമ്പ്യൂരിറ്റി സ്കാറ്ററിങ്. ഇമ്പ്യൂരിറ്റി സ്കാറ്ററിങ് നോർമലി ലോ ഡയമെൻഷൻ സെമി കണ്ടക്ടേഴ്സ് അറ്റ് ലോ ടെമ്പറേച്ചറിലും ലോ ഡയമെൻഷൻ ചെറിയ ഡയമെൻഷനുള്ള ചെറിയ നാനോ സ്ട്രക്ചറിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്കാറ്ററിങ് ആണ് ഇമ്പ്യൂരിറ്റി സ്കാറ്ററിങ്. ഇനി നമുക്കറിയാം മോസ്ഫെറ്റും ഉണ്ട് മോട്ട്ഫെറ്റും ഉണ്ട്. നമ്മൾ 2 ഡിവൈസിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നോർമലി ബേസിക്കലി ഇമ്പ്യൂരിറ്റി സ്കാറ്ററിങ് ഉണ്ടാകുന്ന കൂടുതലും കമ്പയർഡ് ടു മോട്ട്ഫെറ്റ് നോക്കുമ്പം മോസ്ഫെറ്റിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. കാരണം മോസ്ഫെറ്റിൻ്റെ ഫാബ്രിക്കേറ്റിംഗ് പ്രോസസ്സൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള പ്രോസസ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പ്യൂരിറ്റീസ് കൂടുതൽ എവിടെയായിരിക്കും? മോസ്ഫെറ്റിലാണ്. ആ സ്ഥാനത്ത് നമ്മളൊരു മോട്ട്ഫെറ്റൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടോ, നമ്മൾ ഒരു ഹൈ മോളിക്കുലാർ ബീം എപ്പിടാക്സി അങ്ങനെയുള്ള ഹൈ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നോർമലി മോട്ട്ഫെറ്റുകൾ ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഇമ്പ്യൂരിറ്റീസ് എന്താണ്? കുറവായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഇമ്പ്യൂരിറ്റി സ്കാറ്ററിങ്. ഇമ്പ്യൂരിറ്റി സ്കാറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഇമ്പ്യൂരിറ്റീസിൽ തട്ടിക്കൊള്ളുകയും കൊളൈഡ് ചെയ്ത് ഉണ്ടാകുന്ന സ്കാറ്ററിങ് ആണ് ഇമ്പ്യൂരിറ്റി സ്കാറ്ററിങ്. നെക്സ്റ്റ് സ്കാറ്ററിങ് ആണ് സർഫസ് റഫ്നെസ് സ്കാറ്ററിങ്. സർഫസ് റഫ്നെസ് സ്കാറ്ററിങ് എന്ന് പറയുമ്പം അതിൻ്റെ പേരിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് സർഫസ് റഫ്നെസ് സ്കാറ്ററിങ് എന്ന്. റഫ്നെസ് എന്ന് വെച്ചാൽ സർഫസിലുണ്ടാകുന്ന റഫ്നെസ്. ഇപ്പോൾ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുമ്പം സർഫസ് റഫ് ആണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ കൊളൈഡ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ തട്ടി സ്കാറ്ററിങ് ഉണ്ടാവും. ദാറ്റ് ടൈപ്പ് ഓഫ് സ്കാറ്ററിങ് ഈസ് നോൺ ആസ് സർഫസ് റഫ്നെസ് സ്കാറ്ററിങ്. അപ്പം ഈ സർഫസ് റഫ്നെസ് സ്കാറ്ററിങ്ങും ആക്ച്വലി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ലോ ടെമ്പറേച്ചർ ഇവിടെ ലാസ്റ്റ് സെൻസിൽ കാണാം. റഫ്നെസ് സ്കാറ്ററിങ് ലൈക്ക് ഇമ്പ്യൂരിറ്റി സ്കാറ്ററിങ് ഓൺലി ബിക്കം സിഗ്നിഫിക്കൻ്റ് അറ്റ് ടെമ്പറേച്ചർ ലോ ഇനഫ് ഫോർ ഫോണോൺ സ്കാറ്ററിങ് ടു ബി നെഗ്ലിജിബിൾ. അതായത് ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള അതിനകത്ത് തന്നെയാണ് നോർമലി ഈ റഫ്നെസ് സ്കാറ്ററിങ്ങും ഉള്ളത്. ഇനി സർഫസ് റഫ്നെസ് സ്കാറ്ററിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു മോസ്ഫെറ്റും മോട്ട്ഫെറ്റൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഏതിനകത്ത് തന്നെയാണ്? മോസ്ഫെറ്റിനകത്ത് തന്നെയാണ് ഈ സർഫസ് റഫ്നെസ് സ്കാറ്ററിങ് ഉണ്ടാകുന്നത്. കാരണം നമ്മൾ മോസ്ഫെറ്റിനകത്ത് നമ്മളറിയാം ഒരു സെമി കണ്ടക്ടർ എടുക്കും അല്ലേ, സിലിക്കണിൻ്റെ സെമി കണ്ടക്ടർ എടുക്കും, ഒരു ബി ടൈപ്പോ എൻ ടൈപ്പോ സെമി കണ്ടക്ടർ എടുക്കും. അതിൻ്റെ മേളിൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്സൈഡിനെ ഫാബ്രിക്കേറ്റ് ചെയ്യും. ഈ ഓക്സൈഡിനെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് നോർമലി എന്ത് പ്രോസസ്സ് വെച്ചുകൊണ്ടാണ്? നോർമലി തെർമൽ ഓക്സിഡേഷൻ അല്ലെങ്കിൽ വെറ്റ് ഓക്സിഡേഷൻ അങ്ങനെയുള്ള ഒരു വളരെ ലോ ക്വാളിറ്റിയിലുള്ള തെർമൽ പ്രോസസ്സ് വെച്ചാണ് നമ്മൾ മോസ്ഫെറ്റിനെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ തെർമൽ പ്രോസസ്സ് വളരെ ലോ ആയതുകൊണ്ട് തന്നെ അത് ഫാബ്രിക്കേറ്റ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ സർഫസുകൾ വളരെ ഒട്ടും യൂണിഫോം ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ സർഫസ് എന്തായിരിക്കും? റഫായിരിക്കും. അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പം ആ റഫായിട്ടുള്ള സർഫസിൽ തട്ടി എന്തുണ്ടാവും? സ്കാറ്ററിങ് ഉണ്ടാവും. ആ സ്ഥാനത്ത് മോട്ട്ഫെറ്റിലൊക്കെ നമ്മൾ നല്ല മോഡുലേഷൻ ടോപ്ഡ് ഉണ്ടാവും. എപ്പിടാക്സി മോഡുലേഷൻ ടോപ്ഡ് ഹെഡ്രോസ്ട്രക്ചറിനകത്തൊക്കെ നമ്മൾ കൂടുതൽ എപ്പിടാക്സി മോളിക്കുലാർ ബീം എപ്പിടാക്സി എന്നൊക്കെ പറയുന്ന മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നോർമലി നമ്മൾ മോട്ട്ഫെറ്റൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തുണ്ടാകത്തില്ല? മോസ്ഫെറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ മോട്ട്ഫെറ്റിനകത്ത് കുറവായിരിക്കും, സർഫസ് റഫ്നെസ് കുറവായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്കാറ്ററിങ് ഈസ് നോൺ ആസ് ഇൻ്റർ സബ് ബാൻഡ് സ്കാറ്ററിങ്. ഇൻ്റർ സബ് ബാൻഡ് സ്കാറ്ററിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നോർമലി ഇലക്ട്രോൺസ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു ബാൻഡിൽ നിന്ന് അടുത്ത ബാൻഡിലേക്ക് ട്രാവൽ ചെയ്യാം. അപ്പോൾ ഇൻ്റർ സബ് ബാൻഡ് സ്കാറ്ററിങ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് ഇപ്പോൾ ഒരു ബാൻഡിൽ ഇപ്പം നമ്മൾ 2 ബാൻഡ് കൺസിഡർ ചെയ്യാണ്. n=1 എന്ന് പറയുന്നൊരു ബാൻഡും n=2 എന്ന് പറയുന്ന ബാൻഡ്, 2 ബാൻഡ്സ് കൺസിഡർ ചെയ്യാണ്. ഇപ്പോൾ ഇലക്ട്രോൺ n=1 എന്ന് പറയുന്ന ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺ n=2 എന്ന് പറയുന്ന ബാൻഡിലേക്ക് ട്രാവൽ ചെയ്യുന്ന വഴിയിൽ എന്ത് ഉണ്ടാകാം? സ്കാറ്ററിങ് ഉണ്ടാവാം. ദാറ്റ് ടൈപ്പ് ഓഫ് സ്കാറ്ററിങ് ഈസ് നോൺ ആസ് ഇൻ്റർ സബ് ബാൻഡ് സ്കാറ്ററിങ്. അപ്പം ഇലക്ട്രോൺസ് ഒരു ബാൻഡിൽ നിന്ന് അടുത്ത ബാൻഡിലേക്ക് മൂവ് ചെയ്യുമ്പം ഉണ്ടാകുന്ന സ്കാറ്ററിങ് ആണ് ഇൻ്റർ സബ് ബാൻഡ് സ്കാറ്ററിങ്. ഇനി ഇൻ്റർ സബ് ബാൻഡ് സ്കാറ്ററിങ് മാത്രമല്ല വേറൊരു ടൈപ്പ് ഓഫ് സ്കാറ്ററിങ് കൂടെ ഉണ്ട്, ഇൻട്രാ ബാൻഡ് സ്കാറ്ററിങ്. ഇൻട്രാ ബാൻഡ് സ്കാറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രോൺസിന് വേണമെങ്കിൽ ഒരു ബാൻഡിൽ കൂടി ഇപ്പോൾ n=1 എന്ന് പറയുന്ന ബാൻഡിൽ കൂടി തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ട്രാവൽ ചെയ്യാം. അതിൽ കൂടെ തന്നെ ട്രാവൽ ചെയ്യുമ്പോഴും എന്തുണ്ടാവാം? സ്കാറ്ററിങ് ഉണ്ടാവാം. ദാറ്റ് ടൈപ്പ് ഓഫ് സ്കാറ്ററിങ് ഈസ് നോൺ ആസ് ഇൻ്റർ സബ് ബാൻഡ് സ്കാറ്ററിങ്. അപ്പോൾ ഇൻ്റർ സബ് ബാൻഡ് സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ അപ്പം ഒരു സബ് ബാൻഡിൽ നിന്ന് അടുത്ത സബ് ബാൻഡിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന സ്കാറ്ററിങ് ആണ് ഇൻ്റർ സബ് ബാൻഡ് സ്കാറ്ററിങ്. ഇനി ഒരു സബ് ബാൻഡിൽ കൂടെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്കാറ്ററിങ് ഈസ് നോൺ ആസ് ഇൻട്രാ സബ് ബാൻഡ് സ്കാറ്ററിങ്. ഇനി ഈ ഇൻ്റർ സബ് ബാൻഡ് സ്കാറ്ററിങ് അല്ലെങ്കിൽ ഇൻട്രാ സബ് ബാൻഡ് സ്കാറ്ററിനകത്ത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ് മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ മൊബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? സ്കാറ്ററിങ് കൂടും ചെയ്യും. അപ്പം നമ്മൾ ഈ ഇൻ്റർ സബ് ബാൻഡ് സ്കാറ്ററിങ്ങും ശരിക്കും പറഞ്ഞാൽ ടെമ്പറേച്ചർ പ്രിഡോമിനൻ്റ് ഹൈ ടെമ്പറേച്ചറിലാണ് നോർമലി
ഇൻ്റർ സബ് ബാൻഡ് സ്കാറ്ററിങ് ഉണ്ടാകുന്നത്. ടെമ്പറേച്ചർ കൂടിക്കഴിയുമ്പം ഇൻ്റർ സബ് ബാൻഡ് സ്കാറ്ററിങ്ങിൻ്റെ ഇതും എന്ത് ചെയ്യും, കൂടും. ഓക്കെ, ഇനി ഇപ്പം ഈ ഗ്രാഫിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടോ, ടെമ്പറേച്ചർ കൂടുന്തോറും ടെമ്പറേച്ചർ വലത്തോട്ട് കൂടുന്തോറും എന്തുണ്ടാകുന്നുണ്ട്, ടെമ്പറേച്ചർ കൂടുന്തോറും നോക്കിക്കേ മൊബിലിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഉണ്ടോ, ടെമ്പറേച്ചർ കൂടുന്തോറും മൊബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ മൊബിലിറ്റി കൂടുതലായിരുന്നു, ടെമ്പറേച്ചർ കൂടുന്തോറും മൊബിലിറ്റി കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കാറ്ററിങ് എന്ത് ചെയ്യും, കൂടും. അപ്പോൾ മൊബിലിറ്റി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് മൊബിലിറ്റിനെ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യിക്കണം. അപ്പോൾ മൊബിലിറ്റിനെ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ 2 സൊല്യൂഷൻ ഉണ്ട്. ആ 2 സൊല്യൂഷൻസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ല, എ സെമി ഇൻസുലേറ്റിംഗ് ലെയർ കോൾഡ് സ്പേസർ ഈസ് ആഡഡ് ബിറ്റ്വീൻ ദി ഡോണർ ലെയർ ആൻഡ് ദി 2-dimensional ഇലക്ട്രോൺസ് ഇൻ ദി കണ്ടക്റ്റിംഗ് ചാനൽ. ഒരു സ്പേസർ എന്ന് വിളിക്കുന്ന ഒരു ഇൻസുലേറ്റിംഗ് ലെയർ നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മൊബിലിറ്റി കൂട്ടാം. അതുവഴി നമുക്ക് സ്കാറ്ററിങ് കുറയ്ക്കാൻ പറ്റും. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മോളിക്കുലാർ ബീം എപ്പിടാക്സി പോലെയുള്ള ഹൈ ഗ്രോത്ത് ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഈ സ്കാറ്ററിങ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് 2 അപ്രോച്ചസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് മോസ്ഫെറ്റ് വേഴ്സസ് മോഡ്ഫെറ്റ് ആണ്. മൊബിലിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു മോസ്ഫെറ്റ് ആണ് ബെറ്റർ ദാൻ മോസ്ഫെറ്റ്. ഈ ഗ്രാഫ് പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്തുകൊണ്ടാണ് മോസ്ഫെറ്റിൽ മൊബിലിറ്റി കുറയാൻ കാരണം കമ്പയർഡ് ടു മോഡ്ഫെറ്റ് എന്നുള്ള 3 റീസൺസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദർ ആർ സെവറൽ റീസൺസ് ഫോർ ദിസ്. ദ എഫക്റ്റീവ് മാസ് ഓഫ് ദിസ് ഇലക്ട്രോൺസ് ഇൻ സിലിക്കൺ ഈസ് മച്ച് ഹയർ ദാൻ ഗാലിയം ആർസനൈഡ്. നമ്മൾ മോഡ്ഫെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഹെറ്ററോ ജംഗ്ഷൻ ഗാലിയം ആർസനൈഡ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഗാലിയം ആർസനൈഡിനകത്ത് എഫക്റ്റീവ് മാസ് ഓഫ് ദി ഇലക്ട്രോൺ കുറവ് എന്ന് പറയുന്നത് ഗാലിയം ആർസനൈഡിൻ്റെ എഫക്റ്റീവ് മാസിനാണ്. അത് വൺ ഓഫ് ദ റീസൺ ആണ്. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് ദി ഇമ്പ്യൂരിറ്റി സ്കാറ്ററിംഗ് ഇൻ എ സിലിക്കൺ മോസ്ഫെറ്റ് കോസ്ഡ് ബൈ ചാർജസ് ആൻഡ് ഇമ്പ്യൂരിറ്റീസ് ഇൻ ദി ഓക്സൈഡ് ആൻഡ് ദ ഇൻ്റർഫേസ് ഈസ് ലാർജർ ദാൻ ഇൻ കേസ് ഓഫ് അലുമിനിയം ഗാലിയം ആർസനൈഡ് ആൻഡ് ഗാലിയം ആർസനൈഡ്. ഇമ്പ്യൂരിറ്റി സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റീസ് കൂടുതലാണ് കമ്പയർഡ് ഇൻ മോസ്ഫെറ്റിനകത്ത്. അതുകൊണ്ട് എന്തുണ്ടാകുന്നുണ്ട്, മൊബിലിറ്റി കുറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അനദർ റീസൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മോസ്ഫെറ്റിനകത്ത് നമ്മൾ പറഞ്ഞു ഓക്സൈഡൊക്കെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് വളരെ ലോ ആയിട്ടുള്ള തെർമൽ ഓക്സിഡേഷൻ പ്രോസസ്സ് വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പ്യൂരിറ്റീസ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ സർഫസിന് റഫ്നെസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സ്കാറ്ററിങ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് സ്കാറ്ററിങ് ഉണ്ടാവും. അപ്പം ഇതൊക്കെയാണ് 3 റീസൺസ് ഫോർ ദി മോസ്ഫെറ്റിൽ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് കുറവാണ് കമ്പയർഡ് ടു മോഡ്ഫെറ്റ് എന്ന് പറയാനുള്ള റീസൺസ്. അപ്പോൾ ഇത്രയും ഉള്ളൂ സ്കാറ്ററിങ് മെക്കാനിസംസ്. നെക്സ്റ്റ് ഇനി പഠിക്കാൻ പോകുന്നത് ഹോട്ട് ഇലക്ട്രോൺസ് പാരലൽ ട്രാൻസ്പോർട്ടാണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.